ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു തെലുഗു മലയാളം തമിഴ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഈ ഒരു വീഡിയോ ലണ്ടൻ ഓക്സ്ഫോർഡ് സ്ട്രീറ്റിലായിട്ട് ക്രിസ്മസിന് മുന്നോടിയായിട്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഡെക്കറേഷൻസിൻ്റെയൊക്കെ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആ ഒരു ഏഞ്ചൽസൊക്കെ ഇങ്ങനെ ആകാശത്തോടെ പറന്ന് കിടക്കുന്ന രീതിയിൽ എത്ര ഭംഗിയായിട്ട് അവരത് ചെയ്തേക്കുന്നത് അല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ നാട്ടിൽ വരാൻ പോകുന്നു പുൽക്കൂട്, ക്രിസ്മസ് ട്രീസ് ഒക്കെ ആയിട്ട് ഉണ്ണിയേശുവിൻ്റെ കുഞ്ഞു കുഞ്ഞ് ബൊമ്മകളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരിക്കും നമ്മുടെ നാട്ടിലും കാണാനായിട്ട്. പക്ഷേ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ്, കാരണം നമുക്ക് തന്നെ ഇത്രയും ഇഷ്ടപ്പെടുമ്പോൾ ആ ഒരു ഡെക്കറേഷൻസ് ആ കാര്യങ്ങളൊക്കെ ഇത്രയും ഇഷ്ടപ്പെടുമ്പോൾ കുഞ്ഞു പിള്ളേരൊക്കെ അത് കാണുമ്പോൾ അവരുടെ ആ ഒരു കൗതുകം ആലോചിച്ച് നോക്കിയാൽ എത്ര ഭംഗിയായിരിക്കും അല്ലേ. അവർ വിചാരിക്കുക ഏഞ്ചൽസൊക്കെ റിയൽ ആയിട്ടുള്ളതാണെന്ന് വിചാരിക്കത്തുള്ളൂ. അപ്പോൾ എന്തായാലും ഈ വഴിവിളക്കൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. തന്നെ നിങ്ങൾ ഏഞ്ചൽസിൻ്റെ ചിറകും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയാലേ നല്ല ജിക്കാന്നിരിക്കണം അല്ലേ, തെളിഞ്ഞ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണേ. ഞാൻ ഡയറക്റ്റ് കണ്ടതൊന്നും അല്ല കേട്ടോ, എൻ്റെ ഫാമിലിയിൽ ഒരാളെ എനിക്കൊന്ന് ഷെയർ ചെയ്ത് തന്നതാണ്. അപ്പോൾ അവർക്ക് ഒരുപാട് താങ്ക്സ് കേട്ടോ ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നതിന്. കണ്ടോ, വഴികളൊക്കെ ആയിട്ട് ആ ഒരു തീയൊക്കെ കൊടുത്തേക്കണം, അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ കല്യാണത്തിന് മുമ്പാണെങ്കിൽ ഞാനും അനിയനും കൂടെ പിന്നെ ട്രീക്ക് വേണ്ടിയിട്ടൊക്കെ തപ്പി നടക്കുമായിരുന്നു. അപ്പോൾ തോട്ടത്തിലെ കൂടെയൊക്കെ പോയിട്ട് ഏതെങ്കിലുമൊക്കെ ഒരുപാട് ശിഖരങ്ങളൊക്കെ ഉള്ള ചെറിയ ട്രീ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് കട്ട് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ട് നമ്മുടെ വീണ്ടും മുമ്പിലായിട്ട് ട്രീ ഉണ്ടാക്കും. അപ്പോൾ അതിൽ ഒരുപാട് ഡെക്കറേഷൻസൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ, നല്ല ഭംഗിയായിരുന്നു. പിന്നെ അതിനോട് ചേർന്നിട്ട് തന്നെ പുൽക്കൂട് ഉണ്ടാക്കും. അപ്പോൾ ഈ പുല്ല് പറിക്കാനായിട്ട് പോകുമ്പോൾ ഒരുവിധം എല്ലാവരും മത്സരിച്ച് പുല്ല് പറിച്ചെടുത്തുകൊണ്ട് പോകും. ഈ പുൽക്കൂട് ഉണ്ടാക്കാനായിട്ട് ഒരു സൈസ് ഒരു പച്ച കളറിൽ ചെറിയ നേർത്ത ഒരു തരം പുല്ലി ക്രിസ്മസ് ആകുമ്പോഴത്തേനും ഉണ്ടായി വരുമല്ലോ. അപ്പോൾ അതെല്ലാവരും മത്സരിച്ച് പറിക്കും. അപ്പോൾ നമുക്ക് തികഞ്ഞില്ലെങ്കിൽ ഞങ്ങൾ കച്ചിയൊക്കെ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നന്നായിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്ത് ആട്ടിടയന്മാരെയും ആടുകൾ അങ്ങനെ എല്ലാം വെച്ച് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്യാൻ. ഈ ഉണ്ണിയേശുവിനെ എപ്പോൾ അതിൻ്റെ അകത്ത് എടുത്ത് വെക്കാൻ ഭയങ്കര ധൃതിയായിട്ട് ഉണ്ണിയേശുവിനെ എടുത്ത് വെക്കാനായിട്ട്. തലേന്ന് രാത്രിയിലാണെന്ന് ഉണ്ണിയേശുവിനെ എടുത്ത് വെക്കണത്. അപ്പോൾ ഞാനത് നേരത്തേക്ക് എടുത്ത് വെക്കും, പിന്നെ കൊണ്ട് തിരിച്ച് വെക്കും. അങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ വളരെ ഹാപ്പി ആയിട്ട് തോന്നണം കേട്ടോ. അന്നേരം നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എന്നിട്ട് പിന്നെ ഇങ്ങനെ കുറേ നേരം നോക്കിയൊക്കെ നിൽക്കും, കൂടെ പോയി ഈ ക്രിസ്മസ് ട്രീയും പുൽക്കൂടൊക്കെ ഇങ്ങനെ നോക്കി ഇന്ന് എൻജോയ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ അതുപോലെ അതേ ഇഷ്ടത്തോടെ കൂടിയിട്ട് ഒരുപാട് പേര് പുൽക്കൂടും ക്രിസ്മസ് ട്രീയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഒരുപാട് നക്ഷത്രങ്ങളൊക്കെ മിന്നി തെളിയുന്ന നല്ലൊരു ക്രിസ്മസിന് വേണ്ടിയിട്ട് നമുക്ക് കാത്തു നിൽക്കാം. പിന്നെ ആ സമയത്ത് പ്ലം കേക്കൊക്കെ കട്ട് ചെയ്യുമല്ലോ. അയ്യോ, ഇപ്പോഴും എനിക്ക് പ്ലം കേക്കിൻ്റെ ആ ഒരു ടേസ്റ്റ് എൻ്റെ വായിൽ ഇപ്പോഴേ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് മുൻകൂറായിട്ട് ആശംസിക്കുന്നു കേട്ടോ. താങ്ക് യു.